ഉഭയകക്ഷി ബന്ധങ്ങളും നയതന്ത്ര പങ്കാളിത്തവും കൂടുതൽ ശക്തമാക്കുന്നതിനായി ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൗദി അറേബ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി. തിങ്കളാഴ്ച റിയാദിലെത്തിയ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിലെ രാഷ്ട്രീയകാര്യ വിഭാഗം ഡെപ്യൂട്ടി മന്ത്രി ഡോക്ടർ സൌദ് അൽ സാദി, സൗദിയിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹേൽ ഖാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. സന്ദർശനത്തിന്റെ ഭാഗമായി റിയാദിൽ നടന്ന ഉന്നതതല കൂടിക്കാഴ്ചകളിൽ സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ്, ഊർജ്ജമന്ത്രി അമീർ അബ്ദുൽ അസീസ് ബിൻ സൽമാൻ അൽ സൌദ്, സൗദി സഹമന്ത്രിയും മന്ത്രിസഭാ അംഗവും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഡോക്ടർ മുസായിദ് അൽ ഈബാൻ എന്നിവരുമായി അജിത് ഡോവൽ പ്രത്യേക ചർച്ചകൾ നടത്തി. ഡോക്ടർ സൌദ് അൽ സാദിയും ഈ നിർണായക യോഗങ്ങളിൽ പങ്കെടുത്തു. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ നിലവിലെ പുരോഗതിയും കൂടിക്കാഴ്ചകളിൽ വിശദമായി അവലോകനം ചെയ്തു. ആഗോളതലത്തിൽ നിർണായകമായ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കൽ, ഇന്ധന വിതരണത്തിലെ സ്ഥിരത, തടസ്സമില്ലാത്ത വിതരണ ശൃംഖല, അന്താരാഷ്ട്ര ജലപാതകളുടെ സുരക്ഷയ്ക്കായി ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തേണ്ട നീക്കങ്ങൾ എന്നിവയായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി നീങ്ങാനും വരും ദിവസങ്ങളിൽ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള സൗഹൃദവും നയതന്ത്ര ഊർജ്ജ സഹകരണവും കൂടുതൽ വിപുലമാക്കാനും യോഗത്തിൽ ധാരണയായി. അതേസമയം സംഘർഷം രൂക്ഷമാകുന്നതിനിടെ സൗദി അറേബ്യയുമായി ചരിത്രപരമായ സിവിൽ ആണവ കരാറിന് അമേരിക്ക ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. കരാർ പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയും പ്രഖ്യാപിക്കുകയും ചെയ്താൽ അമേരിക്കൻ ആണവ വ്യവസായ മേഖലയ്ക്ക് ശതകോടിക്കണക്കിന് ഡോളറിന്റെ ലാഭം ഉണ്ടാകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. 30 വർഷത്തെ ദീർഘകാല സിവിൽ ആണവ സഹകരണ കരാറിലാണ് അമേരിക്കയും സൗദി അറേബ്യയും ഒപ്പുവെക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തുന്ന പഠനത്തിന് ശേഷം അനുയോജ്യമെന്ന് കണ്ടാൽ സൗദി അറേബ്യയിൽ അറേബ്യൻ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് നിർമ്മിക്കാൻ അമേരിക്കൻ കമ്പനികൾക്ക് കരാർ അനുമതി നൽകും. വരും ദിവസങ്ങളിൽ അമേരിക്കൻ കോൺഗ്രസിന് മുൻപാകെ ഇളവുകളോടെ കരാർ സമർപ്പിക്കുമെങ്കിലും കരാർ പ്രാബല്യത്തിൽ വരാൻ കോൺഗ്രസിന്റെ മുൻകൂറായുള്ള പ്രത്യേക അനുമതി നിർബന്ധമില്ല. മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ചു വരുന്നതിനിടെയാണ് നയതന്ത്ര പ്രാധാന്യമുള്ള ഈ നീക്കം. അതേസമയം ഗൾഫ് മേഖലയ്ക്കപ്പുറത്തേക്ക് യുദ്ധം വ്യാപിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഹൂതി വിമതർ സൗദി തുറമുഖങ്ങൾക്ക് മേൽ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം മാറി നിന്ന ഹൂതികൾ കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയ്ക്ക് നേരെ ആക്രമണം നടത്തിയതോടെ 2020 ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ അപകടത്തിലായിരിക്കുകയാണ്. അതേസമയം തെഹ്റാന്റെ ആണവായുധ ശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ US-ഉം ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ ശക്തമായ സൈനിക നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ട്രംപിന്റെ നിർണായക പ്രഖ്യാപനം വരുന്നത്. അതേസമയം തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്നാണ് ഇറാന്റെ നിലപാട്. സൗദിയിൽ യുറേനിയം സമ്പുഷ്ടീകരണ അനുമതി നൽകുന്നത് ഭാവിയിൽ ആണവായുധ പദ്ധതികളിലേക്ക് വഴിമാറിയേക്കാമെന്ന് ആണവ വ്യാപന വിരുദ്ധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ ആണവ ബോംബ് വികസിപ്പിച്ചാൽ തങ്ങളും അത് കൈവരിക്കുമെന്ന് സൗദി കിരീടാവകാശി മുൻപ് വ്യക്തമാക്കിയതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ വർഷം പ്രസിഡന്റ് ട്രംപ് സൗദി അറേബ്യ സന്ദർശിക്കുന്നതിന് തൊട്ടുമുൻപ് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് റിയാദിലെത്തി സൗദി ഊർജ്ജ മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഖത്തറിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം സൗദി അറേബ്യയും ആണവശക്തിയായ പാകിസ്ഥാനും പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ആവശ്യമായി വന്നാൽ തങ്ങളുടെ ആണവശേഷി സൗദി അറേബ്യയ്ക്ക് ലഭ്യമാക്കുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത് ഇസ്രായേലിനുള്ള മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.